ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ തലേന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടായിയും വന്നു. ഞങ്ങൾ എന്നിട്ട് പടക്കമൊക്കെ മേടിക്കാനായിട്ട് പോയി. അപ്പോഴേക്കുമാണ് കട്ടപ്പനയിൽ പടക്കം പൊട്ടിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. അതിൻ്റെ വിഷ്വൽസ് എല്ലാം കണ്ടു. നമ്മുടെ പിള്ളേരുണ്ടെന്ന് തന്നെയുള്ളൂ വീട്ടിൽ. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. അത് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കടയിൽ നിന്ന് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ പിള്ളേർക്കും ഒക്കെ കൊടുത്തു. അവരും വളരെ ഹാപ്പിയാണ്. ഇത് നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതിന് ടൈം കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ ചെറിയ രീതിയിൽ പടക്കം, നമ്മൾ ക്രിസ്മസ് ഇനി അടുത്ത ദിവസം ക്രിസ്മസ് അല്ല, അതിൻ്റെ ഒരു ചെറിയ പടക്കം പൊട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ സന്ധ്യേച്ചിയും പൊന്നും അതുപോലെ തന്നെ പൊന്നുവിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കത്തിച്ചു. നല്ല രീതിയിൽ കുറേ പടക്കങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ചെയ്യുന്നു. അപ്പം നമ്മുടെ തൊട്ട് താഴത്തെ വീട്ടിലും അതുപോലെ തന്നെ പടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നപ്പം കളർഫുള്ളായി, അടിപൊളിയായി. ഇത് തന്നെ അത് മാത്രമല്ല, നമുക്കിനി ക്രിസ്മസ് ദിനത്തിലും ഇതുപോലെ പടക്കം പൊട്ടിച്ച് അടിപൊളിയാക്കാനുണ്ട്, കളറാക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയർ വരുന്നുണ്ട്. ന്യൂ ഇയറിനെ നമുക്ക് അടിച്ച് പൊളിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മുടെ ഡിസംബറിലെ, അതായത് 2025 ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ്. ഇനി 2025 നമ്മുടെ കൂടെ ഇല്ല. അപ്പം ആ ഒരു ആഘോഷമാണ് 2025 ലാസ്റ്റ് ആഘോഷമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 2026 സ്വാഗതം ചെയ്യണം. അതിൻ്റെ ഒരു തുടക്കമാവട്ടെ ഈ ക്രിസ്മസ്. യേശുദേവൻ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഭൂജാതനായ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനോടൊപ്പം എല്ലാവർക്കും ഇനിയുള്ളത് പ്രതീക്ഷയുടെയും നല്ല ഒരു പുതുജീവൻ ലഭിക്കട്ടെ എന്ന് സർവേശ്വരനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളും ഒക്കെയൊന്ന് കണ്ടേ. ക്രിസ്മസ് ട്രീയും എല്ലാം അടിപൊളിയായിട്ടാണ് ഉള്ളത് അല്ലേ? നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇനിയും ഒരുപാട് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.